ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം പിയേഴ്സൺ പി ടിയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു പി ടി ട്രെയിനേഴ്സിന് വേണ്ടി. അപ്പം അതിൽ കിട്ടിയിട്ടുള്ള ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സമയം കളയുന്നില്ല, കാര്യത്തിലോട്ട് കിടക്കാം. നമുക്കറിയാമല്ലോ, പിയേഴ്സൺ പി ടി ആണ് പി ടി എന്ന് പറയുന്ന എക്സാം നടത്തുന്നത്. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൂടുതൽ കൊടുക്കുന്നത്. ഈ ഓഗസ്റ്റ് 7 അപ്ഡേറ്റിന് ശേഷം ഒരുപാട് നമുക്കറിയാം വാർത്തകൾ വരുന്നുണ്ട്, വീഡിയോകൾ വരുന്നുണ്ട്. പി ടി അങ്ങനെ ആയിരിക്കും, പി ടി ഇങ്ങനെയാണ്, പി ടി ഇനി മുതൽ ഭയങ്കര പ്രയാസമായിരിക്കും, അവർ ട്രിക്ക് മാറ്റി, സ്ട്രാറ്റജി മാറ്റി, അത് മാറ്റി, ഇത് മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വാർത്തകളാണ് വരുന്നത്. അപ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനും കാര്യമായി യാതൊരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഞാൻ പി ടി എക്സാം ഒഫീഷ്യലായിട്ട് പോയി എഴുതിയതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പി ടി എക്സാം എഴുതിയ കാര്യങ്ങളും അതിൻ്റെ അകത്ത് നിന്നുണ്ടായ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ഞാൻ ഇനി കടക്കുന്നില്ല. അപ്പൊ പിയേഴ്സൺ പി ടി ഈ ട്രെയിനിങ് പ്രോഗ്രാം വെച്ചതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഇതാണ്. ഓഗസ്റ്റ് 7 ശേഷം വന്ന അപ്ഡേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ട്രെയിനേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ തന്നെ ആയിരുന്നു ഈ ട്രെയിനിങ് പ്രോഗ്രാം വെച്ചത്. ഒരു രാവിലെ ഒരു 9 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 2 മണി വരെയും ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ട്രെയിനിങ് ഉണ്ടായിരുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടും എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടും തന്നെയാണ് തോന്നിയത്. അപ്പൊ അതിൻ്റെ അകത്തോട്ട് കിടക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ദീർഘനേരമുള്ള ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ഈ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ചിന്തിക്കുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ പി ടി സ്റ്റോറീസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഇനി തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും. നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണ് ഒരുപാട് ഫോളോവേഴ്സും റീച്ചും ഒക്കെ ഉള്ളത്. യൂട്യൂബിൽ ഞാൻ അധികം ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ ഒരുപാട് വ്യൂവേഴ്സോ നമുക്ക് ഇല്ല. പക്ഷെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് ഞാൻ ഇടുന്നത്. അത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് തള്ളി പറയുമൊന്നുമല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ ഒരിക്കലും എടുക്കത്തില്ല. യൂട്യൂബ് ഒക്കെ എന്നാ ഇരിക്കുകയല്ലേ, നമുക്ക് എന്നാ ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചൊന്നും ഞാനൊരു വീഡിയോ എടുക്കത്തില്ല. അതിനൊരു സമയവും നമുക്കില്ല. നമ്മൾ ഇത്ര മണിക്കൂർ കണക്കിന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. 8-10 മണിക്കൂറൊക്കെ പെർ ഡേ ക്ലാസ് എടുത്തിട്ട് പിന്നെ വന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് സമയമില്ല. അതാണ് അതിന്റെ ഒരു സത്യം. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ വളരെ ആലോചിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അല്ലാതെ വേറെ ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു കണ്ടന്റ് നമ്മൾ പറയത്തില്ല. അപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, പിയേഴ്സൺ പി ടിക്കാർ ഒഫീഷ്യലി പി ടി എക്സാമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സ്റ്റുഡൻസ്, അത് ഇപ്പൊ ഞങ്ങളുടെ പി ടി സ്റ്റോറീസിലെ സ്റ്റുഡൻസ് മാത്രമല്ല പുറത്തുനിന്നുള്ളവരാണെങ്കിൽ അറിഞ്ഞിരിക്കണം. കാരണം ഒരുപാട് ഫേക്ക് ന്യൂസ് ആണ് ഈ പരകുന്നത്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കണ്ടന്റുകളാണ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് പ്രയോജനപ്പെടും. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഞാൻ പറഞ്ഞില്ല, രാവിലെ തൊട്ട് ഉച്ച വരെയായിരുന്നു ട്രെയിനിങ്. ഒരു വളരെ സീനിയർ ആയിട്ടൊരു ട്രെയിനറാണ് ക്ലാസ് എടുത്ത്, വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അല്പം പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കൈ കിട്ടിയപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത്, സാറേ സത്യം പറ, പി ടി എക്സാം പ്രയാസമായോ അതോ എളുപ്പമായോ? ഇത് വളരെ സത്യസന്ധമായിട്ട് ഞാൻ ചോദിച്ചത് ഒരു കാര്യമാണ്. ഞാൻ വളരെ അതായത് വളരെ കൂളായിട്ട്, അയാൾ നല്ല മനുഷ്യനാണ്, നമുക്ക് കൂളായിട്ട് സംസാരിക്കാം അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യമാണ്, സാറേ പി ടി എക്സാം പ്രയാസമാക്കിയോ അതോ എളുപ്പമാക്കിയോ, എന്താണ് സാറിന്റെ അഭിപ്രായം? വളരെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, സാറേ പി ടി എക്സാം അല്പം കൂടെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആവുകയും അല്പം കൂടെ ഈസിയർ ആകുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനും റെസ്പോണ്ട് ടു എ സിറ്റുവേഷനും പുതിയ 2 ക്വസ്റ്റ്യനുകൾ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം തന്നെ പി ടി എക്സാം അല്പം കൂടി എളുപ്പമാക്കുക എന്ന ഉദ്ദേശം കൊണ്ടാണെന്ന് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു. ഇതൊന്നും ആലോചിക്കുക പോലും ചെയ്തില്ല, വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു, സാറേ പി ടി എക്സാം അല്പം കൂടെ എളുപ്പമാക്കി, അതാണ് അതിന്റെ സത്യം. ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞ ആ അദ്ദേഹത്തിന്റെ ആ കമന്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇത് സ്റ്റുഡൻസിനോട് പറയണം അല്ലെങ്കിൽ ഇത് വീഡിയോ ആക്കണം. അന്നേരം തന്നെ എന്റെ മനസ്സിൽ കൂടെ ഇത് പോയി. ഇത് ആളുകൾ മൊത്തം വീഡിയോകൾ ഇട്ടും അതും ഇട്ടും അങ്ങ് പാനിക് ആക്കുകയാണ്. പി ടി എക്സാം ഭയങ്കര പ്രയാസമായി, അതിന്റെ സ്ട്രാറ്റജി മാറി, അത് മാറി, ഇത് മാറി, മറ്റേത് മാറി, അങ്ങ് പേടിപ്പിക്കുകയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് യാതൊരു യാഥാർത്ഥ്യം ഇല്ല. പി ടി എക്സാം അല്പം കൂടെ കംഫർട്ടബിൾ ആക്കി, അല്പം കൂടെ എളുപ്പമാക്കിയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ ഈ ഓസ്ട്രേലിയയുടെ തന്നെ
സ്കോർ കൂട്ടി എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. അതായത് സ്പീക്കിങ്ങിന് 88 ആയി, ഹോം അഫയേഴ്സ് അതിന്റെ മൈഗ്രേഷന്റെയും അതിന്റെ ഇതിന്റെയൊക്കെ സുപ്പീരിയർ ലെവൽ പോയിന്റിന്റെ സ്കോർ കൂട്ടി സ്പീക്കിങ്ങിന് 88 ആക്കി. അപ്പോഴത്തേക്ക് പിന്നെയും വാർത്തകൾ വരാൻ തുടങ്ങി. ഇനി ആർക്ക് കിട്ടും? PT ആർക്ക് കിട്ടും? BTക്ക് 88 90 മേടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമല്ലേ, അതൊരിക്കലും സാധ്യമാകൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കുറെ പാനിക് ആക്കുന്ന കുറെ വീഡിയോകൾ എന്തോ ചെയ്യുമെന്ന് പറ. അപ്പൊ ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ട് PTയുടെ സ്കോർ 88 ആക്കുന്നു, അല്ലെങ്കിൽ ഈ സ്കോർ എന്തുകൊണ്ടാണ് കൂടെ? കാരണം PT എക്സാം അല്പം കൂടി ഈസിയർ ആയി, അല്പം കൂടെ കംഫർട്ടബിൾ ആയി എന്നുള്ള ബോധ്യം അവർക്ക് വ്യക്തമായിട്ടുള്ളത് കൊണ്ട്. അത് എനിക്കും പേഴ്സണലി പറയാൻ പറ്റും. PTക്ക് അല്പം കൂടെ എന്തായി സ്കോർ അത് അവർ ഇച്ചിരൂടെ ലിബറൽ ആക്കിയിട്ടുണ്ട്, എസ്പെഷ്യലി സ്പീക്കിംഗ്. അത് ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് വ്യക്തമായ കാര്യമാണ്, സ്പീക്കിംഗ് പ്രയാസമില്ല എന്നുള്ളത്. ഇനി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സ്റ്റുഡന്റിന്റെ റിസൾട്ട് വന്ന് August 7th ശേഷം എക്സാം എഴുതിയ ഒരു പുള്ളിക്കാരിയുടെ ആണ്. ഞാൻ അതിന്റെ റിസൾട്ട് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നവ്യ എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് സ്പീക്കിംഗ് 90 out of 90 ഉണ്ട്. അതുപോലെ വേറൊരു കുട്ടിയുടെ റിസൾട്ട് വന്ന് കിടപ്പുണ്ട്, അതിന് നോക്കണം. എനിക്കൊന്ന് സ്പീക്കിംഗ് 85 മറ്റോ ആണെന്ന് തോന്നുന്നു സ്കോർ കിട്ടിയിരിക്കുന്ന സ്പീക്കിങ്ങിന്. അപ്പോൾ നേരത്തെ സ്പീക്കിങ്ങിന് ഒരു 70 കിട്ടുക, 65 കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായെടുത്തു. ഇപ്പൊ 85ഉം 88ഉം 90 കിട്ടുന്നു. അപ്പൊ അത് അല്പം കൂടി എളുപ്പമാക്കല്ലേ അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കണം. ഓക്കെ, ആ വിഷയം ഞാൻ അങ്ങ് ദീർഘിപ്പിക്കുന്നില്ല. എന്തോ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വന്നിരുന്നു, മറന്നുപോയി. അപ്പൊ ഇടയ്ക്ക് ഞാനത് ഓർക്കുവാണെങ്കിൽ ഞാനത് വീണ്ടും പറയാം. അപ്പൊ ഒന്നാമത്തെ കാര്യം, PT അല്പം കൂടെ എളുപ്പമായിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്ത ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചു സാറേ, ഈ ഹെസിറ്റേഷൻസ്, പോസസ്, അല്ലെങ്കിൽ ഈ വിക്കലും പതർച്ചയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ സംസാരിക്കുമ്പോഴുള്ള എന്നൊക്കെ നമ്മൾ വെക്കുന്ന ആ ഒരു ശബ്ദം, PT എക്സാമിൽ നേരത്തെ അത് മാർക്ക് കുറയ്ക്കുന്ന ഒരു കാര്യമായിരുന്നു. ഓക്കെ, അത് മാർക്ക് പോകുന്ന ഒരു കാര്യമായിരുന്നു. അതേസമയം IELTS അങ്ങനെ അല്ലായിരുന്നു. ഞങ്ങൾ IELTS ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾക്ക് അല്പം ഇങ്ങനെ വിക്കലും പതർച്ചയും ഒക്കെ ഉണ്ടാക്കാം, അല്പം പോസസ് ഒക്കെ ഉണ്ടാക്കാം എന്ന് ഞങ്ങളത് പറയായിരുന്നു. ഒഫീഷ്യലി ഫില്ലേഴ്സ് ഒക്കെ അക്സെപ്റ്റഡ് ആയിരുന്നു. എവിടെ? IELTS ഞങ്ങൾ അത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് പഠിപ്പിക്കുമായിരുന്നു, നിങ്ങൾ ഫില്ലേഴ്സ് ഒക്കെ ഉപയോഗിക്കണം. പക്ഷെ PT വന്നപ്പോൾ തൊട്ട് നമ്മളത് പറയാൻ തുടങ്ങി, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഗ്യാപ്പ് ഒന്നും ഇടരുത്, നിങ്ങൾക്ക് പോസസോ അല്ലെങ്കിൽ ഹെസിറ്റേഷൻസ് ഒന്നും നിങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങളുടെ സ്കോറിനെ അത് തീർച്ചയായിട്ടും ബാധിക്കും എന്ന് പറയായിരുന്നു. പക്ഷേ August 7th അപ്ഡേറ്റിന് ശേഷം ഹെസിറ്റേഷൻസും പോസസും അല്ലെങ്കിൽ അല്പം വിക്കലും പതർച്ചയും ഒന്നും നിങ്ങളുടെ മാർക്കിനെ ബാധിക്കത്തില്ല. ഇത് ഭയങ്കര ഒരു വാർത്തയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ, ഞാനിപ്പോ ഈ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. ഇതിന്റെ അകത്ത് ഇവർ പറയുന്നുണ്ട്, അതായത് ഈ സ്കോർ കാർഡ് ഇവർ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്ത ഇതിന്റെ അകത്ത് ഇവർ പറയുന്നുണ്ട്, ഹെസിറ്റേഷൻസ്, ഫിൽഡ് ഓർ അൺഫിൽഡ് പോസസ്, ലീഡിങ് ഓർ ട്രെയിലിംഗ് മെറ്റീരിയൽസ് ആർ ഇഗ്നോർഡ്. മനസ്സിലായി? ഇത് ഇവർ ശരിക്കും ഇത് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇത് ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ലല്ലോ. ഇത് എങ്ങനെയാണ്? കാരണം ഈ വിക്കലും പതർച്ചയ്ക്കുമാണ് ഇവര് മാർക്ക്, നമ്മൾ ശബ്ദത്തിൽ ഒക്കെ വെക്കുന്ന ആ ഒരു സംഭവത്തിനാണ് ഇവര് മാർക്ക് കുറച്ചോണ്ടിരുന്നത്. അപ്പൊ ഇവർ ഒഫീഷ്യലി റിലീസ് ചെയ്തതിന്റെ അകത്ത് ഉണ്ടായിരുന്നു ഈ ഹെസിറ്റേഷൻസും പോസസും ഇനി മാർക്ക് പോകത്തില്ല. പക്ഷെ ഞാൻ സ്റ്റുഡൻസിനോട് പറയാറ്, നിങ്ങളത് വിശ്വസിക്കരുത്, ചിലപ്പോൾ മാർക്ക് പോയേക്കാം, നമുക്ക് അറിയത്തില്ല, എക്സാം കഴിഞ്ഞിട്ടേ അതറിയത്തുള്ളെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് എന്റെ റിസൾട്ട് വന്നപ്പോഴും എനിക്കത് മനസ്സിലായിരുന്നു, ഇവന്മാർ ഇതിന് മാർക്ക് കളയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിസ്ക്രൈബ് ഇമേജിനും ഡിസ്ക്രൈബ് ഇമേജിനല്ലോ, ഡിസ്ക്രൈബ് ഇമേജിനാണോ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ, എപ്പോഴോ എനിക്ക് പല വിക്കലും പതർച്ചയൊക്കെ ഇച്ചിരി എനിക്ക് വന്നിരുന്നു. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, ഞാനൊരു ഫുൾ മോക്ക് ടെസ്റ്റ് പോലും എടുത്തിട്ടല്ല പോയത്. ഇപ്പൊ എനിക്ക് സ്കോർ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട്, ഇപ്പൊ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കിട്ടിയതല്ല. ഞാൻ ഒരൊറ്റ ഫുൾ മോക്ക് ടെസ്റ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ അതൊരിക്കലും മാതൃകയാക്കല്ലേ. ഞാനിപ്പോ അത് വീഡിയോയ്ക്കകത്ത് പറയുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് പോലും ചെയ്യാതെ എക്സാമിന് പോകാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ പറയുന്നൊന്നും ആയിരിക്കണമെന്നില്ല പിള്ളേർ കേൾക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടും വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നതായതുകൊണ്ടും ഞാൻ പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല. ഞാനൊരു തിങ്കളാഴ്ച ദിവസം ഡേറ്റ് എടുക്കുന്നു, വ്യാഴാഴ്ച എക്സാം എഴുതുന്നു. അപ്പൊ എനിക്ക് സ്കോർ കിട്ടുന്ന പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ടാ, അല്ലാതെ ഞാൻ കുത്തിയിരുന്നങ്ങ് പഠിച്ച് അങ്ങനെ ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അല്പം വിക്കലും പതർച്ചയൊക്കെ വന്നു, കാരണം എനിക്ക് പ്രാക്ടീസ് കുറവാണല്ലോ. അപ്പം എന്നിട്ടും എനിക്ക് സ്കോർ കിട്ടി. എനിക്ക് 90 out of 90 ആയിരുന്നു സ്പീക്കിങ്ങിന്. അപ്പോഴേ ഞാൻ ചിന്തിച്ചു, ഇത് ഇവന്മാർ ഇനി മൈൻഡ് ചെയ്യുന്നില്ല, അവരിപ്പോ ഈ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്ത ഡേറ്റയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണല്ലോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇന്നലെ ട്രെയിനിങ്ങിന്റെ അകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഇതിന് വലുതായിട്ട് മാർക്ക് പോകത്തില്ല എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയും, മാർക്ക് പോകത്തില്ലെന്ന് പറഞ്ഞാൽ ഇനി നാളെ തൊട്ട് ഇനി ചെയ്യുമ്പോൾ അങ്ങ് വിക്കലും പതർച്ചയും അല്ലെങ്കിൽ അങ്ങ് എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങ് പോവാൻ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കഴിവതും വിൽക്കാതെ പതറാതെ പറയുക. പക്ഷെ
ഒരുപാട് ലോങ് പോസസ്, ലോങ് ഹെസിറ്റേഷൻസ് അങ്ങനെ വരാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും അത് നിങ്ങളുടെ മാർക്ക് പോകത്തില്ല. അതുകൊണ്ട് തന്നെ സ്പീക്കിങ്ങിന് വേണേ ഒരു 85 എബവ് ഒക്കെ ഉറപ്പായിട്ടും കിട്ടും. 80 എബവ്, 85 എബവ് എന്നൊക്കെ പറയുന്നത് കണ്ണും പൂട്ടി നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു സ്കോറാണ്. ഓക്കെ, അപ്പൊ അതാണ് പ്രധാനമായിട്ട് രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല, പിന്നുള്ളത് റിപ്പീറ്റ് സെലൻസിന്റെ കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ സാറേ, റിപ്പീറ്റ് സെലൻസ് ഒന്നും കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല, അവർ പറഞ്ഞത് സെയിം പരിപാടി തന്നെയാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ അതിനകത്ത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു തരാം, അത് ഞാനും ഈ ടിപ്പായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന ഒരു പരിപാടി തന്നെയാണ്. നിങ്ങൾ ഈ മൊത്ത സെലൻസ് ഓർത്ത് വെക്കാതെ, അതായത് റിപ്പീറ്റ് സെലൻസിന് ഇപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് വേർഡ് ഓർത്ത് വെച്ച് പറയാൻ ശ്രമിക്കാതെ, പ്രധാനപ്പെട്ട അതിന്റെ ഒരു കീവേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രധാന ഒരു ആശയം അത് ഫ്ലുവന്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക, നാച്ചുറൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹവും എടുത്തു പറഞ്ഞു. നിങ്ങൾ ഈ മുഴുവൻ ഓർത്ത്, ഇപ്പൊ ലെങ്തി ആയിട്ടുള്ള ഒരു 21, 22 വാക്കുകളൊക്കെ ഉള്ള വലിയ ലെങ്തി ആയിട്ടുള്ള റിപ്പീറ്റ് സെന്റൻസ് ആണ് വരുന്നെങ്കിൽ അത്രയും ഓർത്ത് വെച്ച് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രധാനപ്പെട്ട കീവേഡ്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് ഫ്ലുവന്റ് ആയിട്ട് പറയാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിൽ റിപ്പീറ്റ് സെന്റൻസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. കാരണം ഞാൻ ഈ റിപ്പീറ്റ് സെന്റൻസിന്റെ ഒക്കെ ചോദിച്ചായിരുന്നു കേട്ടോ, സാർ റിപ്പീറ്റ് സെന്റൻസ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ ചോദിച്ചത്. അപ്പൊ അതിന് വലിയ മാറ്റമില്ലല്ലോ, അതിന് വലിയ അപ്ഡേറ്റ് ഒന്നും അവർ ഒഫീഷ്യലി പറയുന്നില്ല. അപ്പൊ അതാണ് റിപ്പീറ്റ് സെന്റൻസിന്റെ ഒരു കാര്യമായിട്ട് പറഞ്ഞത്. പിന്നെ അടുത്ത ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സേയുടെ കാര്യമാണ്. എസ് എ അത് അദ്ദേഹം ഒഫീഷ്യലായിട്ട് പറയുകയും ചെയ്തു, അല്ലാതെ തന്നെ കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ പേഴ്സണലി ചോദിച്ച 2-3 ചോദ്യങ്ങൾ. ഓക്കെ, അതിലോട്ട് വരാം. അപ്പൊ എസ്സേയുടെ കാര്യമാണ്. എസ്സേക്ക് ടെംപ്ലേറ്റ് ഉപയോഗിക്കാമോ? എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചും എനിക്ക് പറയാം, ഞാൻ എന്റെ PT എക്സാമിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാനത് പറയുകയും ചെയ്തിരുന്നു, ഞാൻ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. ഓക്കെ, ടെംപ്ലേറ്റ് ഉപയോഗിച്ചിരുന്നു എന്ന് ഞാനത് പറയുകയും ചെയ്തു. എനിക്ക് 86, 87 റൈറ്റിങ്ങിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് വർക്ക് ആവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോ ഈ ടെംപ്ലേറ്റ് ആണെങ്കിലും പുള്ളി അതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഓവർ യൂസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് ആയിട്ടുള്ള, അതായത് നമുക്കൊക്കെ പക്ക അങ്ങ് കാണാപ്പാടം, അതായത് ഭയങ്കര വേർഡ് കൗണ്ട് ടെംപ്ലേറ്റ് മാത്രമായത്, അതായത് 200 വേർഡ്സ് നമുക്ക് എഴുതണ്ട, നമ്മൾ ഒരു 250 വാക്ക് വരെയൊക്കെ 270 വരെയൊക്കെ എഴുതാറുണ്ട്. ഇതിലൊരു 190 ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ആ ഒരു കാണാപ്പാടമുള്ള കണ്ടന്റ് കുറവ്, ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മാർക്കിനെ ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ഓവർ യൂസ് ചെയ്യരുത്. അത് കറക്റ്റാ, അതൊക്കെ ആ പോയിന്റ് കറക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത്. കാരണം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 200 വേർഡ്സിൽ 190 ടെംപ്ലേറ്റ് കാണാപ്പാടമാണ്, കണ്ടന്റിന് ആ ചോദിച്ച ചോദ്യമായിട്ട് ബന്ധമില്ലെങ്കിൽ സാറേ എങ്ങനെ മാർക്ക് കിട്ടും? എങ്ങനെ മാർക്ക് കിട്ടും? അതിനല്ല, എസ് ഒക്കെ ഹ്യൂമൻ ഇവാലുവേറ്റേഴ്സ് നോക്കുന്നുണ്ട്. എസ് ഒക്കെ പഴയ പോലെ അല്ലല്ലോ, ഹ്യൂമൻ ഇവാലുവേറ്റേഴ്സും കൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഹ്യൂമൻ ഇവാലുവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, AI ഫ്ലാഗ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഹ്യൂമൻ ഇവാലുവേറ്റേഴ്സ് നോക്കുന്നത്, അല്ലാതെ കുത്തിയിരുന്ന് എല്ലാം കൂടി ഇരുന്ന് നോക്കത്തൊന്നും ഇല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നു. ഉള്ള ഇതെല്ലാം കൂടി ഇരുന്ന് കുത്തിയിരുന്ന് എക്സാമിനേഴ്സ് നോക്കുന്ന കാര്യം നടക്കുന്ന കാര്യമാണ്. പോട്ടെ, എന്തായാലും ഓവർ യൂസ് ചെയ്യരുത്. എസ്സേയുടെ കാര്യം ടെംപ്ലേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാപ്പാടം മാത്രമായിട്ടുള്ള സംഭവം ഒരുപാട് ആക്കരുത്, കണ്ടന്റ് കൂടുതൽ വേണം. പിന്നെ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് പറ്റുകയും വേണം. അതായത് ഇപ്പൊ പ്രോബ്ലം സൊല്യൂഷന്റെ ബന്ധം, ഇപ്പൊ എഗ്രി ഡിസഗ്രിയുടെ ഞാൻ എഴുതുന്ന പോലെ അതേ വാക്കുകൾ ആയിരിക്കില്ല നിങ്ങൾ പ്രോബ്ലം സൊല്യൂഷനും എഴുതുന്ന, ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുകയും വേണം. ഇപ്പൊ നമ്മൾ എഗ്രി ഡിസഗ്രിയുടെ പോലത്തെ ഒരു അത്യാവശ്യം നല്ല ടെംപ്ലേറ്റ് ഒക്കെ, ഇപ്പൊ ഞങ്ങൾ PT സ്റ്റോറീസിൽ ഉപയോഗിക്കുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടെംപ്ലേറ്റ്, കുഴപ്പമില്ലാത്ത നല്ല ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഞാൻ ഞങ്ങളുടെ ഇതായതുകൊണ്ട് പറയാൻ തള്ളുമല്ല, പക്ഷെ നല്ല ടെംപ്ലേറ്റ്, അത് ഏതിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അതായത് ഡിസ്കസ് ബോത്തീസിനും അഡ്വാൻറ്റേജിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പ്രോബ്ലം സൊല്യൂഷന്റെ സെപ്പറേറ്റ് ഒരെണ്ണം നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ അകത്ത് കണ്ടന്റ് കൂടുതൽ ഉൾപ്പെടുത്തി അവർക്ക് ചെയ്യാനും പറ്റും. അവർക്ക് കണ്ടന്റ് കൂടുതൽ ഉൾപ്പെടുത്തി എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് SIക്കകത്ത് നമ്മൾ കൊടുക്കുന്ന ടെംപ്ലേറ്റിൻ്റെ അകത്തുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന്റെ ആണെങ്കിലും കാര്യമായ വലിയ വ്യത്യാസമൊന്നുമില്ല, എങ്കിലും കണക്ടേഴ്സ് ഒക്കെ ഇട്ട് അല്പം കോംപ്ലക്സ് സെന്റൻസ് ഒക്കെ ഇട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. പിന്നെ അല്പം റീഫ്രൈസിങ് നല്ലതായിരിക്കും എന്നൊരു സജഷൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അല്പം റീഫ്രൈസിങ്. പക്ഷെ ഞാൻ റീഫ്രൈസ് ഒന്നും ചെയ്തില്ല കേട്ടോ. റീഫ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന്റെ അകത്ത് കാണുന്ന ആ പാസേജ് ഉണ്ടല്ലോ, ആ പാസേജിനെ അതേ വാക്കുകൾ ഉപയോഗിക്കാതെ വേറെ ആ വാക്കുകളാക്കി റീഫ്രൈസ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ഈ റീഫ്രൈസിങ്. പക്ഷെ ഞാൻ റീഫ്രൈസിങ് ഒന്നുമല്ല ചെയ്ത് കേട്ടോ. റീഫ്രൈസിങ് ചെയ്ത് എഴുതുന്നവർക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ മൊത്തം അത് തന്നെ എഴുതിയത്. പക്ഷെ ഞാൻ കോംപ്ലക്സ് സെന്റൻസ് ആണ് ഉപയോഗിച്ചത് എക്സാം. ഞാൻ കോംപ്ലക്സ് സെന്റൻസ് ആണ് ഉപയോഗിച്ചത്. അത് നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് ഒക്കെ എഴുതുമ്പോൾ അത് അറിയാവുന്നവർ ചെയ്യുക കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് കോംപ്ലക്സ് സെന്റൻസ് ഒക്കെ ഉപയോഗിച്ച് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു, അത് വേണമെങ്കിൽ
വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്യാം. പിന്നെ റീഡിങ്ങിന്റെ കാര്യം, അപ്പൊ അത് ഞാൻ ചോദിച്ചു, സാറേ ഈ റീഡിങ് പ്രയാസമാക്കിയോ? റീഡിങ്ങിന് ടൈം കൺസ്ട്രെന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിടത്തില്ല, എനിക്ക് അധികം സമയമൊന്നും കിട്ടിയില്ല. ഒരു 20-23 മിനിറ്റ്, സാധാരണ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ എന്നൊക്കെയാണല്ലോ ഈ വെപ്പ് പറയുന്ന, അങ്ങനെയാണല്ലോ. പക്ഷേ എനിക്കൊരു 20-23 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അത്രയൊക്കെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ സമയം. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ചോദിച്ചത്, സാറേ ഈ സമയക്കുറവ് ഒരു പ്രശ്നമല്ലേ എന്നുള്ള അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് അങ്ങനെയില്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തുക എന്നൊരു ഇന്റൻഷനോടുകൂടെ അല്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രയാസമില്ലാത്ത ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് സമയക്കുറവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ എന്നൊക്കെയുള്ള ഒരു വേഗ് ആൻസർ ആണ് അദ്ദേഹം പറഞ്ഞു കേട്ടോ. അതിനെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഡിഫിക്കൽട്ട് ആയിട്ടില്ല, അത് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് തന്നെയാണ് എന്റെ അഭിപ്രായം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് റീഡിങ്ങിന്റെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊക്കെ നമ്മളിവിടെ ഞാൻ വീഡിയോക്കകത്തൊക്കെ സ്ഥിരം ചെയ്യുന്ന ഷോർട്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കൊളോക്കേഷൻസ് ഒക്കെ PT റീഡിങ്ങിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൊളോക്കേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെങ്കിലും റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതായത് ഇതിന്റെ പേരൊക്കെ മാറ്റില്ല, ഇപ്പൊ ഡ്രോപ്പ് ഡൗൺ പിന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നൊക്കെയാണല്ലോ ഇപ്പൊ അതിന്റെ പേര് റീഡിങ്ങിന്റെ. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾക്ക് എന്താണ് അല്പം കൊളോക്കേഷൻസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. ഈ ചിലർ ചോദിക്കാറുണ്ട് ഗ്രാമറിന് പ്രാധാന്യം ഉണ്ടോ എന്ന്. ഗ്രാമറിന് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രാമർ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഈ മറ്റ് എക്സാമുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ IELTS OET ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് അറിയാൻ പറ്റും. മറ്റ് എക്സാമുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ PT ഗ്രാമറിൽ വലിയ റോൾ ഇല്ല. IELTS ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഒരു essay ഒക്കെ എഴുതേണ്ടത് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ വിട്ട് തോട്ടിക്കളയാം ഒരു essay ഒക്കെ. IELTS essay ഒരു 7 ബാൻഡ് മേടിക്കാന്നൊക്കെ പറഞ്ഞത് ഒരു വലിയ കാര്യമാണ്, മനസ്സിലായി. അവിടെ ആണ് PT നമുക്ക് 87 90 ഒക്കെ റൈറ്റിങ്ങിന് കിട്ടുന്നത്, മനസ്സിലായോ. OET ക്കൊക്കെ ഒരു 350 മേളിൽ സ്കോർ മേടിക്കുക, അല്ലെ 400 മേളിൽ റൈറ്റിങ്ങിന് മേടിക്കുക എന്നൊക്കെ പറഞ്ഞത് വലിയ കാര്യമല്ലേ. പക്ഷെ PT അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും PT എന്ന് തന്നെ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നതും. കാരണം ഞാനിതെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം അതിന്റെ വ്യത്യാസം. താരതമ്യേന മറ്റ് എക്സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ PT എന്ന് പറയുന്നത് സ്വർഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പോട്ടെ, അതാണ് എസ്സേയുടെയും സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന്റെ കാര്യം. പിന്നെ ഫിൽ ഇൻ ദ ലിസണിങ്ങിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒരു സ്പെല്ലിംഗ് ഒക്കെ വരുത്തിയാലും അത് നിങ്ങളുടെ വളരെ മാർക്കിനെ ബാധിക്കും എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. പിന്നെ അവസാനമായിട്ട് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. വളരെ കാര്യമായിട്ട് തന്നെ ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണ്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷന് എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. റൈറ്റ് ഫ്രം ഡിക്റ്റേഷന് എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞു. എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യാതിരിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അത് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ്. ഇപ്പൊ 1 or 2 ഇപ്പം ഒരു എക്സാം എന്നൊരു വേർഡ് കണ്ടു, അപ്പൊ ചിലരാണെങ്കിൽ എക്സാം എന്നും എക്സാംസ് എന്നും കൂടെ അങ്ങ് എഴുതും. എക്സാം ആണോ എക്സാംസ് എന്നാണോ സംശയം വന്നു. അപ്പൊ കുട്ടികൾ എന്ത് എഴുതും? എക്സാം എന്നും എഴുതും, എക്സാംസ് എന്നും എഴുതും. അപ്പൊ ഇതാണ് ഈ എക്സ്ട്രാ വേർഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർ ഈ ഓണും ഇന്നും അറ്റും ഇങ്ങനെ ദായും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്ത അവർക്ക് കിട്ടാത്ത ആ വാക്കിനെ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്ന പരിപാടിയാണല്ലോ എക്സ്ട്രാ വേർഡ്സ് പറയുന്നത്. പക്ഷെ ഇനി അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. എന്നാൽ ഇൻ റിയാലിറ്റിയിൽ സ്റ്റുഡൻസ് 1 or 2 എക്സ്ട്രാ വേർഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്നവർക്ക് മാർക്ക് കിട്ടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? സാർ അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം പറയുന്നില്ലല്ലോ, 1 or 2 ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുകയും എന്നാൽ 1 or 2 വേർഡ്സ് ഉപയോഗിക്കുന്നവർക്ക് മാർക്ക് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ വ്യക്തമായ ഒരു ഉത്തരം അതിന് പറയുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എനിക്ക് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആൻസർ ആണത്. അതിന്റെ അപ്പുറത്തോട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് ഇറ്റ് ഈസ് ബെറ്റർ. ഞാൻ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എക്സ്ട്രാ വേർഡ്സ് ഉപയോഗിച്ചില്ല. ഞാൻ എക്സാം എഴുതിയല്ലേ, എക്സ്ട്രാ വേർഡ്സ് ഞാൻ ഉപയോഗിച്ചില്ല. ഞാൻ എന്തിനാ എക്സ്ട്രാ വേർഡ്സ് ഉപയോഗിക്കുന്നത്? ഞാൻ മിക്കവാറും ഉള്ളതെല്ലാം കേട്ടു. അവസാനത്തെ 1 എങ്ങാണ്ട് മാത്രമേ ഉള്ളൂ കേൾക്കാതെ പോയത്. എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ലിസണിങ്ങിന് 86 or 87 ആയിരുന്നല്ലോ സ്കോർ. അപ്പോ ആ ഒരെണ്ണത്തിന്റെ ഒക്കെ ആയിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. റിപ്പീറ്റ് സെന്റൻസിനും ചെറിയൊരു പോരായ്മ എനിക്ക് സംഭവിച്ചായിരുന്നു. പോട്ടെ. അപ്പൊ റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ അവസാനത്തെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എനിക്കൊന്ന് കേൾക്കാതെ. ബാക്കിയൊക്കെ എനിക്ക് വ്യക്തമായിട്ട് കേട്ടാണ് ഞാനത് കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചു. അപ്പൊ എനിക്ക് എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല. ഞാനെന്താണ് എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യുന്നത്? അപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്കത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ റൈറ്റ് ഫ്രം ഡിക്റ്റേഷന് പിയേഴ്സൺ PTയുടെ ഒഫീഷ്യലായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ട്രെയിനിങ് പ്രോഗ്രാമില് ഒഫീഷ്യൽ ട്രെയിനർ നമുക്ക് തന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ്. നിങ്ങൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇപ്പൊ അതിൻ്റെ അകത്തുള്ള വാക്കുകളെല്ലാം ഉൾപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് ഇച്ചിരി, ഞാനത് പറഞ്ഞ ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് വരും, എങ്കിലും ഞാൻ പറയാം. ഇപ്പം ഒരു സെന്റൻസ് ഫുൾ എഴുതി, ആ ഒരു സെന്റൻസ് ഫുൾ എഴുതി അതിൻ്റെ അകത്ത് വരേണ്ട വാക്കുകളെല്ലാം വന്നു. ചിലപ്പോൾ ഒരു എക്സ്ട്രാ വേർഡ് കൂടെ ആഡ് ചെയ്താൽ അവർ ചിലപ്പോൾ മാർക്ക് കുറയ്ക്കത്തില്ലായിരിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. പക്ഷേ എന്നാലും അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ്, കാരണം ഒഫീഷ്യലി ഒരിക്കലും അത് അംഗീകരിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അത് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഞാൻ കഥ പറഞ്ഞങ്ങ് പോകുന്നില്ല. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, PT എക്സാം പ്രയാസമായിട്ടില്ല, സ്പീക്കിംഗ് പ്രയാസമായിട്ടില്ല. സ്പീക്കിംഗ് ഒക്കെ അല്പം കൂടെ എളുപ്പമായിട്ടുണ്ട്. PT എക്സാം അല്പം കൂടെ എളുപ്പമായിട്ടുണ്ട്, സ്കോർ അല്പം കൂടെ ലിബറലായിട്ടുണ്ട്. എന്തുകൊണ്ട് 88 സ്പീക്കിങ്ങിന് മാർക്ക് വേണമെന്ന് ഓസ്ട്രേലിയൻ ഹോം അഫയേഴ്സ് പറയുന്നു? കാരണം ഇനി മുതൽ ഒരു 85 എബവ് മേടിക്കുക എന്ന് പറയുന്ന ഒരു പ്രയാസമുള്ള കാര്യം അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിട്ടുള്ളത്. SIക്കാണെങ്കിലും ടെംപ്ലേറ്റ് ഓവർ യൂസ് ചെയ്യാതിരിക്കുക, സമ്മറൈസ് റിട്ടേൺ ടെക്സ്റ്റിന് അല്പം നല്ല രീതിയിൽ കോംപ്ലക്സ് സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ എക്സ്ട്രാ വേർഡ്സ് ഒഴിവാക്കാൻ ശ്രമിക്കുക. കഴിവതും ഇത് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ഫുൾ സെൻറ്റൻസ് എഴുതുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ്റ്റേക്സ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഒരുമാതിരി പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് ചിന്തിക്കുന്നത്. ഇൻ കേസ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോകളിൽ ഞാനത് പറഞ്ഞു തരാം. നിങ്ങളെ കൂടുതൽ മുഷിപ്പിക്കാതെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ പേഴ്സണലി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങളത് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും PTയുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ്, അവരുടെ സമയത്തിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും PT ക്ലാസ്സുകൾ വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ തന്നെ PT സ്റ്റോറീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഇപ്പൊ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ.